കൂടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കറി തന്നെയാണ് ചെറുപയർ കറി. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഹായ് കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ശില്പ. ചെറുപയർ കറി മിക്കവാറും എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കറി ആണെങ്കിൽ പോലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കറി ചെയ്യുന്നത്. ഇനി അറിയുന്നവരാണെങ്കിൽ ഞാൻ ചെയ്യുന്ന രീതിയിൽ തന്നെയാണോ നിങ്ങളും ചെയ്യുന്നത് എന്ന് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ടിപ്സ് ഉണ്ടെങ്കിൽ അതും പറയുക. ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതേപോലെ കുറച്ച് വെള്ളത്തിൽ ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറിൽ കൂടുതൽ ഞാൻ സാധാരണ രീതിയിൽ സോക്ക് ചെയ്യാറില്ല. പക്ഷെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ തലേദിവസമൊക്കെ ഇട്ട് സോക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഒരു പ്രഷർ കുക്കറിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയുടെ സ്മെല്ല് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം. പക്ഷെ ചെറുപയർ കറിക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്വാദാണ്. ഇതിലോട്ട് ഞാൻ 3 വെളുത്തുള്ളി, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, കുറേ കറിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 8 ചുവന്നുള്ളിയും എടുത്തിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങൾ ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് ഇളക്കി കൊടുക്കാം. എൻ്റെ വീട്ടിലൊക്കെ തക്കാളി ചേർക്കാറുണ്ട്, പക്ഷെ ചില സ്ഥലങ്ങളിലൊന്നും തക്കാളി ചേർക്കാറില്ല. 2 ടേബിൾ സ്പൂൺ, അതിൽ കൂടുതൽ ചേർക്കണ്ട കേട്ടോ, അത്രയും ചേർക്കാം. അപ്പോൾ ടൊമാറ്റോ ചേർക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്ന ചില്ലി ഫ്ലേക്സ്, അതായത് നമ്മുടെ ഉണക്കമുളക് ക്രഷ് ചെയ്തതാണ്, അത് ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ സ്ഥിരമായിട്ടും ചെറുപയർ കറി ഉണ്ടാക്കുമ്പം ഇതേപോലത്തെ ക്രഷ് ചെയ്ത മുളകാണ് എപ്പോഴും ചേർക്കാറ്. അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റുമാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് തേങ്ങ ചുരണ്ടിയതും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളൂ, പക്ഷെ കൂടുതൽ തേങ്ങ ചേർത്ത അത്രയും ടേസ്റ്റിയാണ്. അതിനുശേഷം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്താൽ നമ്മുടെ ചെറുപയർ വെള്ളമെല്ലാം മാറ്റിയിട്ട് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. വെള്ളം മാറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കൃത്യമായിട്ടൊരു കണക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ഇനി ചെയ്യുമ്പോൾ വെള്ളത്തോടു കൂടി തന്നെ ഇട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പം നിങ്ങൾക്കൊരു കറക്റ്റ് കണക്കിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലോട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 2.25 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ചെറുപയർ എടുത്തതും വെള്ളം മെഷർ ചെയ്തതും ഒക്കെ തന്നെ ഞാൻ നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു മെഷറിംഗ് കപ്പിലാണ്. അപ്പോൾ 1 കപ്പ് മെഷറിംഗ് കപ്പ് ചെറുപയറിന് ഞാൻ 2.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് കൂടിപ്പോകുന്ന സ്പേടി ഉണ്ടെങ്കിൽ ഒരു ഇച്ചിരി ചേർത്താൽ മതി ഉപ്പ് ആദ്യം, പിന്നീട് അവസാനം ഉപ്പ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്യൂ സെക്കൻഡ്സ് ഇളക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അരമണിക്കൂറേ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വലിയ ഫ്ലെയിമിൽ 4 വിസിലും ചെറിയ ഫ്ലെയിമിൽ ഒരു 3 വിസിലും വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ തലേദിവസമാണ് സോക്ക് ചെയ്യണതെങ്കിൽ ഒരു ചിലപ്പോൾ 2-3 വിസിലിൽ തന്നെ അത് റെഡിയായി കിട്ടുമായിരിക്കും. അപ്പോൾ ഓരോ ചെറുപയറിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കുതിർക്കാൻ വെച്ചിട്ടുള്ള സമയം അനുസരിച്ചിരിക്കും ഇതിൻ്റെ വേവും കാര്യങ്ങളും എല്ലാം. പക്ഷെ ഞാൻ ഒരിക്കലും തലേദിവസം ഒന്നും വെക്കാറില്ല. ഞാൻ ജസ്റ്റ് ഒരു അരമണിക്കൂർ വെക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും വിസിലിടുമ്പോൾ തന്നെ അത് കുക്കായി കിട്ടാറുണ്ട്. ചിലപ്പോൾ ഒരു 5 ചെറിയ വിസിലും കൂടി ഇടേണ്ട വരുമായിരിക്കും. 4 വലിയ വിസിലും 5 ചെറിയ വിസിലും ആയിരിക്കും മിക്കവാറും വേണ്ടി വരാം. അത് നിങ്ങളൊന്ന് നോക്കി ചെയ്യാം. പിന്നെ തലേദിവസം ഇടുന്ന ചെറുപയറാണെങ്കിൽ പോലും ചിലപ്പോൾ ഇത്രയും വെള്ളം വേണ്ടി വരില്ലായിരിക്കും, കുറച്ചുകൂടെ കുറവ് മതിയായിരിക്കും. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കും. അപ്പോൾ ഇൻ കേസ് അപ്പോൾ വെള്ളം കൂടുതലാണെങ്കിൽ പോലും തുറന്ന് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുത്താലും മതി. പിന്നെ അടുത്ത പ്രാവശ്യം അതിനനുസരിച്ച് കുറവ് ചേർത്താലും മതി. അപ്പോൾ ഇപ്പോൾ എൻ്റെ വിസിലുകളെല്ലാം വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളായിട്ട് ഇതിൻ്റെ പ്രഷർ റിലീസ് ചെയ്യരുത്. ഇത് തന്നെത്താൻ ഇതിൻ്റെ പ്രഷർ പോകണം, എന്നാൽ മാത്രമാണ് അത് പ്രോപ്പറായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ എല്ലാ പ്രഷറും പോയിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കാൻ പോവാണ്. ഇത് കണ്ടില്ലേ, തുറന്ന് നോക്കുമ്പോൾ ഇതിപ്പോൾ വെള്ളം എല്ലാം തന്നെ നല്ല രീതിയിൽ വറ്റിയിട്ടുണ്ട്, എന്നാൽ അടിഭാഗം ഒന്നും പിടിച്ചിട്ടുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ ചെറുപയർ തോരൻ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെർവ് ചെയ്യാം. പക്ഷെ ഞാൻ ഇന്ന് കറി പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നേരിയ ചൂടുവെള്ളം, ഞാനൊരു 1 കപ്പ് ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ കുറുക്ക് പോലെ വേണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം എടുക്കുക.
നേരെ ചൂടുവെള്ളം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം. തണുത്ത വെള്ളം ഇതിലോട്ട് ഡയറക്റ്റ്ലി ചേർക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് കലിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നേരെ ചൂടുവെള്ളം കൂടെ ചേർത്ത്, പിന്നെ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ വരെ വെയിറ്റ് ചെയ്യാം. അപ്പം ഇതേപോലെ തിളച്ച് തുടങ്ങുമ്പം ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ ഡെലിഷ്യസ് ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ചെറുപയർ കറി ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് രുചി കൂടും, ശരിയൊക്കെയും പറയുകയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ടടുത്തുണ്ട് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.